നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അമ്പരചുംബികളായ കെട്ടിടങ്ങളാൽ ആകർഷണീയമാണ് ഗൾഫ് രാജ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ UAE ദുബായിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ ഭാരം താങ്ങാൻ കഴിയാതെ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരം ഭാഗികമായി ഇപ്പോൾ സമുദ്രത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഗവേഷകർ പറയുന്നത്. 8 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ന്യൂയോർക്ക് സിറ്റി പ്രതിവർഷം ശരാശരി 1 മുതൽ 2 മില്ലിമീറ്ററോളം മുങ്ങുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. വളരെ ഭീതിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണിത്. ചില പ്രദേശങ്ങൾ ഈ നിരക്കിന്റെ ഇരട്ടിയിലധികം വേഗത്തിൽ മുങ്ങുകയാണെന്നും പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. US ജിയോളജിക്കൽ സർവേയും റോഡ് ഐലൻഡ് സർവകലാശാലയിലെ ജിയോളജിസ്റ്റുകളും ചേർന്നാണ് ഈ ഗവേഷണം നടത്തിയത്. നഗരത്തിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ ഭാരം ന്യൂയോർക്കിനെ ചുറ്റുമുള്ള ജലാശയത്തിലേക്ക് താഴ്ത്താൻ ഇടയാക്കുന്നുവെന്ന ഗവേഷണം മുന്നറിയിപ്പ് നൽകി. ഈ പ്രതിഭാസം സബ്സിഡൻസ് എന്നറിയപ്പെടുന്നു. ന്യൂയോർക്കിലെ 1 ദശലക്ഷത്തിലധികം കെട്ടിടങ്ങൾക്ക് ഏകദേശം 1.7 ട്രില്യൺ പൗണ്ട് ഭാരമുണ്ടെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് പറഞ്ഞു. പ്രശസ്തമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗും ക്രിസ്ലർ ബിൽഡിംഗും ഉൾപ്പെടുന്ന നഗരത്തിന്റെ ഘടനകൾക്ക് ആകെ 168 ടൺ പൗണ്ട് ഭാരമുണ്ടെന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത്. ഇത് ഏകദേശം 140 ദശലക്ഷം ആനകളുടെ ഭാരത്തിന് തുല്യമാണ്. ആഗോളതാപനം കാരണമുണ്ടാകുന്ന സമുദ്രനിരപ്പിന്റെ വർധന നഗരം മുങ്ങുന്നതിന്റെ ആഘാതം ഉയർത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം ശക്തിപ്പെട്ടതോടെ ന്യൂയോർക്ക് നഗരത്തിനോട് ചേർന്നുള്ള ജലനിരപ്പ് ഏകദേശം 9 ഇഞ്ച് അല്ലെങ്കിൽ 22 സെന്റിമീറ്റർ ഉയർന്നു. ഓരോ കെട്ടിടങ്ങളുടെയും എണ്ണം കണക്കാക്കിയ സംഘം തീരപ്രദേശങ്ങളിലോ നദികളിലോ തടാക തീരങ്ങളിലോ നിർമ്മിക്കുന്ന ഓരോ അധിക ബഹുനില കെട്ടിടങ്ങളും ഭാവിയിലെ വെള്ളപ്പൊക്ക സാധ്യതയ്ക്ക് കാരണമാകുമെന്നും ഇത് ലഘൂകരിക്കാനുള്ള തന്ത്രങ്ങൾ ആവശ്യമായി വന്നേക്കാമെന്നും അവബോധം വളർത്തുകയാണ് ഈ പേപ്പറിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം ശക്തിപ്പെട്ടതോടെ ന്യൂയോർക്ക് നഗരത്തിനോട് ചേർന്നുള്ള ജലനിരപ്പ് ഏകദേശം 9 ഇഞ്ച് അല്ലെങ്കിൽ 22 സെന്റിമീറ്റർ ഉയർന്നു. ഓരോ കെട്ടിടങ്ങളുടെയും എണ്ണം കണക്കാക്കിയ സംഘം തീരപ്രദേശങ്ങളിലോ നദികളിലോ തടാക തീരങ്ങളിലോ നിർമ്മിക്കുന്ന ഓരോ അധിക ബഹുനില കെട്ടിടങ്ങളും ഭാവിയിലെ വെള്ളപ്പൊക്ക സാധ്യതയ്ക്ക് കാരണമാകുമെന്നും ഇത് ലഘൂകരിക്കാനുള്ള തന്ത്രങ്ങൾ ആവശ്യമായി വന്നേക്കാമെന്നും ഈ അവബോധം വളർത്തുകയാണ് ഈ പേപ്പറിന്റെ ലക്ഷ്യമെന്നും പറഞ്ഞു. നഗരത്തിന്റെ ലോഡ് പ്രൊഫൈൽ സൃഷ്ടിക്കുന്നതിനായി ഗവേഷകർ 1 ദശലക്ഷം കെട്ടിടങ്ങളെ മാസ് കണക്കുകൂട്ടലുകളിൽ വിശകലനം ചെയ്തു. എന്നിരുന്നാലും ഈ ഓരോ കെട്ടിടത്തിന്റെയും കൃത്യമായ അടിസ്ഥാനം അറിയാൻ കഴിഞ്ഞില്ല. ഗവേഷകർ റോഡുകൾ, നടപ്പാതകൾ, പാലങ്ങൾ, റെയിൽവേകൾ, മറ്റ് നടപ്പാതകൾ എന്നിവ ഒഴിവാക്കി കെട്ടിടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഭൂഗർഭജലം വറ്റിക്കുന്നതും പമ്പ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള വർദ്ധിച്ച നഗരവത്കരണം ന്യൂയോർക്കിന്റെ സബ്സിഡൻസ് പ്രശ്നം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂവെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ പലതും സ്കിസ്റ്റ് പോലുള്ള ഉറച്ച അടിത്തട്ടിൽ സ്ഥാപിച്ചിരിക്കുമ്പോൾ മറ്റു ചിലത് മണൽ, കളിമണ്ണ് എന്നിവയുടെ മിശ്രിതം ചേർത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. മണ്ണ് എത്ര മൃദുവാണോ അത്രത്തോളം കെട്ടിടങ്ങളിൽ നിന്ന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും. നിർമ്മാണ മാനദണ്ഡങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ US ജിയോളജിക്കൽ സർവേയിലെ ജിയോഫിസിസ്റ്റായ ടോം പേഴ്സൺസ് പറഞ്ഞു. ന്യൂയോർക്കിലും മറ്റ് തീരദേശ നഗരങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകം ആസൂത്രണം ചെയ്യേണ്ടതുണ്ടെന്നും പേഴ്സൺസ് ചൂണ്ടിക്കാട്ടി. കാലാവസ്ഥാ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ന്യൂയോർക്ക് നഗരം നേരിടുന്ന അപകട സാധ്യതകൾ ലോകമെമ്പാടുമുള്ള മറ്റ് പല തീരദേശ നഗരങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് അമ്പരചുംബികളായ നഗരങ്ങൾക്കുള്ള ഗവേഷകരുടെ മുന്നറിയിപ്പ് കൂടിയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.